Hello everyone, welcome to our new session. So ഇന്ന് നമ്മൾ ജനറ്റിക് ട്രാൻസ്ഫറിൻ്റെ തേർഡ് പാർട്ടിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ രണ്ട് ടോപ്പിക്സ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ജനറ്റിക് കോഡ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ DNA എന്താണ് യൂസിങ് RNA പോളിമറൈസ് RNA ആയി കൺവേർട്ട് ചെയ്യുന്നു, അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. സോ ഇതൊരു ജീൻ എക്സ്പ്രഷനിൽ ആദ്യത്തെ സ്റ്റെപ്പാണിത്. സോ ജീൻ എക്സ്പ്രഷൻ എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് DNA എന്താണ് രണ്ട് സ്ട്രാൻഡ്സ് ആണുള്ളത്, സെൻസ് സ്ട്രാൻഡ്സും അതേപോലെ ആൻറ്റി സെൻസ് സ്ട്രാൻഡ്സ്. ഈ ആൻറ്റി സെൻസ് സ്ട്രാൻഡാണ് ഇതെന്ത് ചെയ്യുന്നു mRNA ആയി ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. നെക്സ്റ്റ് RNA പോളിമറൈസ് ദേ ടേക്സ് ദിസ് ആൻറ്റി സ്ട്രാൻഡ് ആസ് എ ടെംപ്ലേറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ്റെ ടൈമിലാണ് ഇവർ ടെംപ്ലേറ്റ് ആയിട്ട് എടുക്കുന്നത്. സോ റിസൾട്ടൻ mRNA they contain sequence that are identical to sense strand. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടുന്ന സീക്വൻസ് സെൻസ് സ്ട്രാൻഡിന് സിമിലർ ആയിരിക്കും, മീൻസ് ഐഡൻറ്റിക്കൽ ആയിരിക്കും. സോ സെൻസ് സ്ട്രാൻഡും എന്താണ് നമുക്ക് tRNA ആയി ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓൾസോ rRNA, that is ribosomal RNA. And here in the figure you can see this is sense strand and this is anti-sense strand. സോ ഇത് രണ്ടും നമുക്ക് എന്തായി കൺവേർട്ട് ചെയ്യാം, ഡിഫറെൻറ്റ് RNAs ആയി കൺവേർട്ട് ചെയ്യാം. സോ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ സെലക്റ്റീവ് ആണ്. ഒരു സെലക്റ്റഡ് റീജിയൻസ് മാത്രമേ നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ കഴിയുള്ളൂ. സോ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിന് നമ്മൾ പ്രൈമറി ട്രാൻസ്ക്രൈബ് എന്നാണ് വിളിക്കുക. അതെന്താണ്, ഇനാക്റ്റീവ് ആയിരിക്കും. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻസ് ആണ് ആക്റ്റീവ്. സോ പ്രൈമറി ഇനാക്റ്റീവും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് ആക്റ്റീവ് mRNAയും ആയിരിക്കും. സോ ഹിയർ നിങ്ങൾക്ക് കാണാം ഇത് സെൻസ് സ്ട്രാൻഡ്, അതേപോലെ ഇത് ആൻറ്റി സെൻസ് സ്ട്രാൻഡ് ആണ് DNAയുടെ. സോ വെൻ ദേ അണ്ടർഗോ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദിസ് ആൻറ്റി we'll get mRNA and translation of this mRNA. So we'll get peptide. Next one, transcription in prokaryotics. സോ ഇവിടെ RNA പോളിമറൈസ് ആണ്, ദാറ്റ് ഇസ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണ് ഈ ഒരു പ്രോസസ്സ് കാറ്റലൈസ് ചെയ്യുന്നത്. സോ ദേ കണ്ടെയ്ൻസ് കാറ്റലറ്റിക് സബ് യൂണിറ്റ്, ദാറ്റ് ഇസ് 2α and 2β. അതേപോലെ തന്നെ ഒരു സിംഗിൾ റെഗുലേറ്ററി സബ് യൂണിറ്റും ഉണ്ട്. വി ക്യാൻ കോൾ ഇറ്റ് ആസ് സിഗ്മ. And it involves in 3 stages, that is initiation, elongation and termination. First one is initiation. Initiationൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ എൻസൈം DNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ദ പ്രൊമോട്ടർ സൈറ്റ്. പ്രൊമോട്ടർ സൈറ്റ് എന്ന് വെച്ചാൽ ടാറ്റ ബോക്സ്, അതുപോലെ പ്രീബോ ബോക്സ്. യു ക്യാൻ സി ഇതാണ് പ്രൊമോട്ടർ ബോക്സ്. ആൻഡ് ദിസ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ബൈ ദ ഫാക്ടർ ദാറ്റ് ഇസ് സിഗ്മ. ഇതാണ് ഇനീഷ്യേഷൻ സ്റ്റെപ്പ്. നെക്സ്റ്റ് ഇസ് എലോങ്ങേഷൻ. എലോങ്ങേഷൻ സ്റ്റെപ്പിൽ എന്താണ്, ഈ ഡബിൾ ഹെലിക്സ് അത് അൺവൈൻഡ് ചെയ്തിട്ട് ഇറ്റ് റിസൾട്ട്സ് ഇൻ എ ബബിൾ, ദറ്റ് ഇസ് ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ. ആൻഡ് സൂപ്പർ കോളിംഗ് സോൾവ് ചെയ്യുന്നത് ടോപ്പോ ഐസോമറൈസ് ആണ്. സോ നമ്മൾ നേരത്തെ സിഗ്മ ഫാക്ടർ ആണ്, യു ക്യാൻ സി ഹിയർ സിഗ്മ ഫാക്ടർ ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇനീഷ്യേഷനിൽ. സോ ഇവിടെ സിഗ്മ ഫാക്ടർ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു ആൻഡ് ദ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് കണ്ടിന്യൂസ്. സോ ഇവിടെ എന്താണ്, എലോങ്ങേഷൻ സ്റ്റെപ്പിൽ വി ആർ നോട്ട് യൂസിങ് പ്രൈമർ. സോ എപ്പോഴും സിന്തസൈസ് നടക്കുന്നത് 5' to 3' ആയിരിക്കും, അതായത് ആൻറ്റി പാരലൽ ടു ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അതേപോലെ RNA പോളിമറൈസ് എന്താണ്, ഇവിടെ പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഇല്ല. ബട്ട് മിസ്റ്റേക്സ് വന്നാൽ ഇറ്റ് ഈസ് ലെസ് ഡേഞ്ചറസ് ആയിരിക്കും. See this as you can see the winding of DNA here and here unwinding of DNA. സോ ഇവിടെ 3' എന്താണ്, ന്യൂക്ലിയോടൈഡ് നമ്മൾ ആഡ് ചെയ്യാണ് ഹിയർ ഇൻ 3'. ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. സോ എപ്പോഴും സിന്തസിസ് 5' to 3' ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റെപ്പാണ്, ദാറ്റ് ഇസ് ദി സ്റ്റോപ്പ് ബൈ സിഗ്നൽസ്, ടെർമിനേഷൻ സിഗ്നൽസ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ്
dependent termination, that is row dependent termination, that is a protein row factor. ഇത് എന്ത് ചെയ്യുന്നു, RNA ആയിട്ട് എന്ത് ചെയ്യുന്നു, ബൈൻഡ് ചെയ്യുന്നു. സോ ദേ സ്റ്റാർട്ട്സ് ടു ഗ്രോ ആൻഡ് ദേ റിലീസസ് RNA ആൻഡ് എൻസൈം ഫ്രം ദ DNA. ആൻഡ് ദിസ് റോ ഇൻഡിപെൻഡൻറ്റ് ടെർമിനേഷൻ ആണെങ്കിൽ ഒരു സ്പെസിഫിക് സീക്വൻസ്, ദറ്റ് ഇസ് പ്രസൻസ് ഓഫ് സ്പെസിഫിക് സീക്വൻസ്, ദേ ക്രിയേറ്റ് ന്യൂ സിന്തസൈസ്ഡ് RNA ആൻഡ് ദേ റിസൾട്ട്സ് ടു ഫോം ഹെയർ പിൻ ഫോം ചെയ്യും. ഈ ഹെയർ പിൻസ് എന്ത് ചെയ്യുന്നു, RNA പോളിമറൈസുമായിട്ട്, അത് ട്രാൻസ്ക്രൈബ് ചെയ്ത RNA പോളിമറൈസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും ആൻഡ് ദേ റിസൾട്ട്സ് ഇൻ ദ ടെർമിനേഷൻ. സോ ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും എന്താണ്, ഡിഫറൻസ് ആണ്. Here you can see the overall picture. See, this is initiation, and here initiation, elongation, termination. ഇതാണ് സിഗ്മ ഫാക്ടർ. ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, സിഗ്മ ഫാക്ടർ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ആൻഡ് ഹിയർ എന്താണ് സംഭവിക്കുന്നത്, ടെർമിനേഷൻ സിഗ്നൽസ് പാസ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ റോ ഫാക്ടറാണ് മെയിൻ റോൾ ഹാൻഡിൽ ചെയ്യുന്നത് ടെർമിനേഷനിൽ. Next is transcription in eukaryotics. So transcription in eukaryotics means definitely it is complicated. And ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 RNA polymerases ആണ്. So we can see that large ribosomal RNA, messenger RNA and transfer RNA. That is RNAP1, RNAP2 and 3. Also the mitochondrial RNAP. സോ ഇവിടെയും എന്താണ്, പ്രൊമോട്ടേഴ്സ് ആയിട്ട് കൺസിസ്റ്റ് ഓഫ് ടാറ്റ ബോക്സ് ആൻഡ് ക്യാറ്റ് ബോക്സ്. പക്ഷെ അവിടെ ഡിഫറെൻ്റ് ഉണ്ട്, ടാറ്റ ബോക്സ് ഉണ്ട് പക്ഷേ പ്രീബോ ബോക്സ് ആണ് അവിടെ ഉള്ളത്. നെക്സ്റ്റ് എന്താണ്, ദ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് RNA പോളിമറൈസസിനെ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു ടു ദ സ്റ്റാർട്ടിംഗ് സൈറ്റ്. ആൻഡ് ദിസ് ട്രാൻസ്ക്രിപ്ഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ മെനി ഫാക്ടേഴ്സ്, ദറ്റ് ഈസ് enhancers, silencers and repressors and insulators. Enhancers means India activate here, and silencers or repressors means they'll prevent the genes from expressed as proteins. Insulators means they'll block the interaction between these enhancers and promoters. So ഇവിടെ eukaryotic primary transcriptനെ നമ്മൾ heterogeneous nuclear RNA എന്ന് വിളിക്കും. അതെന്ത് ചെയ്യുന്നു, they'll proceed to produce an active mRNA, that is messenger RNA. Next is post-transcriptional modification. So ഇതെന്താണ്, നമ്മൾ ആക്റ്റീവ് ആണെന്നാണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. സോ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്തെന്ന് പല ഓൾട്ടർനേഷൻസിനെയും ചെയ്തിട്ടാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് ഉണ്ടാകുന്നത്. സോ ഇവിടെ RNA എന്ത് ചെയ്യുന്നു, ഒരു ആക്റ്റീവ് ഫോമായി കൺവേർട്ട് ചെയ്യുന്നു. സോ യൂകാരിയോട്ടിക് mRNA മോഡിഫിക്കേഷൻസ് അണ്ടർഗോ ചെയ്യുന്നു while comparing with prokaryotic mRNA. So അതിൽ different types ഉണ്ട്, that is 5' capping 1, next is polyadenylation, splicing, that's all. First one, that is 5' capping. So 5' capping means, you can see it from figure. So ഇതാണ് 5' capping figure. ഇവിടെ 5' cap എന്ത് ചെയ്യുന്നു, it is with 7-methyl guanosine, 7-methyl guanosine, and by 5' that is triphosphate linkage, it is catalyzed by guanosine transferase, that is guanosine transferase യൂസ് ചെയ്തിട്ട് ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. സോ ഈ 5' എന്താണ്, 7-methyl guanosine ഉണ്ട്, and they are with undergoing with 5' triphosphate linkage. So this is first base, this is second base. So when they undergo 5' capping, ഇവിടെ എന്ത് വരുന്നു, 7-methyl guanosine, അതേപോലെ തന്നെ 5' triphosphate linkage. Next is polyadenylation. So here the adenine nucleotide chain at the 3' end. So it required to stabilize messenger RNA, and they get reduced as mRNA, and they will enter to cytosol. ഇതാണ് polyadenylation. That is 3' എന്ത് ചെയ്യുന്നു, adenine nucleotide chain add ചെയ്യുന്നു.
Next is spilings. That means exons. Exons means coded regions. They possess genetic code. And introns എന്താണ്, it is non-coded ആണ്. So here in this process, introns എന്താണ്, excised ആണ്. അതേപോലെ exons എന്ത് ചെയ്യുന്നു, they ലിങ്ക് ചെയ്തിട്ട് they results in mRNA. So ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ splicing എന്ന് പറയുന്നത്. They finally results in functional mRNA. So you can see here exon and here intron. Splicing നടക്കുമ്പോൾ introns എന്ത് ചെയ്യുന്നു, remove ചെയ്യുന്നു because it is non-coded. Then they will convert into mRNA. Inhibitors. Inhibitors means there are three. That is actinomycin D, rifampicin, alpha-amantine. So actinomycin D means DNA template വഴി ഇവരെന്ന് ബൈൻഡ് ചെയ്യുന്നു and they will block the movement of the RNAP, that is anti-cancer drug. Then rifampin means they'll bind with the beta subunit of prokaryotic RNAP and they'll inhibit the activity without affecting the eukaryotic RNAP. Last one, it is a mushroom toxin. They also bind with eukaryotic RNAP2 and they will stop the transcription. Okay. Next one, reverse transcription. Reverse transcription means chala viruses, they possess RNA as genetic material and enzyme RNA dependent, that is the DNA polymerase, reverse transcriptors. They are responsible for the formation of DNA and DNA to RNA, that is transmitted to host DNA. അതായത് ഒരു DNA എന്ത് ചെയ്യുന്നു, നമ്മൾ RNA, that is from RNA the complementary DNA is formed. അത് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം എന്താണ്, that is RNA dependent DNA polymerase. So prokaryotics eukaryote transcription എന്താണ്, different ആണ്. So we can see the differences. So in prokaryotics, transcription and translation, that is in same compartment, that is simultaneous. But eukaryotics എന്താണ്, transcription inside the nucleus, അതേപോലെ translation എന്താണ്, takes places only after this transcription process. Prokaryotics പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് വളരെ കുറവായിരിക്കും. ബട്ട് യൂക്കാരിയോട്ടിക്സിൽ എന്താണ്, they undergo extensive പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ്. ആൻഡ് ഇൻ പ്രൊക്കാരിയോട്ടിക്സ് സിംഗിൾ RNA പോളിമറൈസ് മാത്രമേ ഉള്ളൂ. ബട്ട് യൂക്കാരിയോട്ടിക്സിൽ എന്താണ്, 3 types ഓഫ് RNA polymerases present. Next topic, that is genetic code. So translation എന്താണ്, നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ട്രാൻസ്ലേഷൻ്റെ ടൈമിൽ mRNA സീക്വൻസ്, ദറ്റ് ഇസ് mRNAയുടെ സീക്വൻസ് എന്ത് ചെയ്യുന്നു, ദി റീഡ് ഇൻ ഗ്രൂപ്പ്സ്, ദറ്റ് ഇസ് 3 ന്യൂക്ലിയോടൈഡ്സ്, 3 ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഗ്രൂപ്പ്, ദറ്റ് ഇസ് അതിനെ നമ്മൾ എന്ത് വിളിക്കുക, കോഡോൺസ് എന്നാണ് വിളിക്കുക. ദറ്റ് ഇസ് ഓരോ അമിനോ ആസിഡിനും എന്താണ്, ഓരോ കോഡോൺ പ്രസൻ്റ് ആണ്. സോ ജനറ്റിക് കോഡ് എന്ന് വെച്ചാൽ 3 ന്യൂക്ലിയോടൈഡ് ബേസസിൻ്റെ ഒരു സീക്വൻസ് ആണ്, ദാറ്റ് ഈസ് ഇൻ mRNA ആൻഡ് ദേ വിൽ കോഡ് ഫോർ ഈച്ച് അമിനോ ആസിഡ്, ദാറ്റ് ഇസ് ഇൻ പ്രോട്ടീൻസ്. See, this is codes. You can see ഓരോ അമിനോ ആസിഡ്സിനും തന്നെ ഓരോ കോഡോൺ ഉണ്ട്. So we have different types of amino acid. So each amino acids will have different codons. Next is total 64 codons ആണുള്ളത്. അപ്പോൾ 61 എന്താണ്, they represents amino acids. So AUG codes, that is for amino acid methionine. And due to this, അതായത് ഇതെന്താണ്, ഒരു സ്റ്റാർട്ട് സിഗ്നൽ ആണ് for the beginning of the translation. And 3 codons എന്താണ്, സ്റ്റോപ്പ് സിഗ്നൽസ് ആണ്, that is UAA, UAG and UGA. So we can call it as termination or nonsense codes. So these termination signals in translation indicate that the message is over. Codons എപ്പോഴും 5' to 3' എന്ന ഡയറക്ഷനിലാണ് നമ്മൾ വായിക്കുന്നത്. So this is the example, one of the example for you, codon.
Next is genetic codons and ambitious. That means each codon specifies no more than one amino acids. So UU codes for phenylalanine, but it does not code for any other amino acids. And we can degenerate genetic code. Then genetic code is universal. That is, all non-organisms can code for mRNA. Triplet codes are adjacent and overlapping. That's for today. Thank you.